ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഓണസദ്യ സ്പെഷ്യലായിട്ട് വെണ്ടയ്ക്ക കിച്ചടിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. സദ്യയിൽ വിളമ്പുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ ഈ ഒരു വെണ്ടയ്ക്ക കിച്ചടി ഉണ്ടാക്കിയിരിക്കുന്ന സെയിം രീതിയിൽ തന്നെ നമുക്ക് പാവയ്ക്ക വെച്ചും ചെയ്യാം കേട്ടോ. അപ്പോൾ സദ്യ സ്പെഷ്യൽ വെണ്ടയ്ക്ക കിച്ചടി എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഈ ഒരു വെണ്ടയ്ക്ക കിച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോയോളം നല്ല ഫ്രഷ് ആയിട്ടുള്ള വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. നല്ല ടെൻഡർ ആയിട്ടുള്ള വെണ്ടയ്ക്ക തന്നെ നോക്കിയെടുക്കണം, മൂത്ത വെണ്ടയ്ക്ക എടുക്കരുത് കേട്ടോ. വെണ്ടയ്ക്ക് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം അതിൽ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ വെണ്ടയ്ക്ക കഷ്ണങ്ങളിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഈ ഒരു വെണ്ടയ്ക്ക കഷ്ണങ്ങളിലേക്ക് 1-2 പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. വെണ്ടയ്ക്കയ്ക്ക് ചെറിയൊരു എരിവ് കൂടി കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഇനി ഈ വെണ്ടയ്ക്ക ബാച്ചായിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് വരും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം, എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യരുത്. ഈ ഒരു കളറൊക്കെ ആകുമ്പോഴത്തേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഈ ഒരു രീതിയിൽ മുഴുവൻ വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞു പോകും. അതുകൊണ്ട് 1 കിലോ വെണ്ടയ്ക്കെങ്കിലും എടുത്താൽ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി കിട്ടുകയുള്ളൂ കേട്ടോ. വെണ്ടയ്ക്ക ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കില ഇരിക്കണം. ഇനി നമുക്ക് കിച്ചടിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പോളം ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എരിവിനാവശ്യമായ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ല ഫൈനായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ തൈര് മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ഈ തേങ്ങ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതിലേക്ക് 1 നുള്ളി പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരുന്ന ഒരു വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. നമ്മളെപ്പോഴാണ് സദ്യക്ക് വിളമ്പുന്നത് ആ സമയത്ത് വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് നഷ്ടപ്പെടും. വെണ്ടയ്ക്ക ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലെ ആ ഒരു തേങ്ങയൊന്നും കുക്ക് ചെയ്തെടുക്കുന്നില്ല. അതുകൊണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ. ഒരു 5 to 6 hours വരെയൊക്കെ പുറത്തിരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പാവയ്ക്ക കിച്ചടിയും ഉണ്ടാക്കിയെടുക്കാം. അധികം പുളിയില്ലാത്ത പച്ചമാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പച്ചമാങ്ങ കിച്ചടിയും ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും കൂടി മൂപ്പിച്ച് ചേർക്കാം കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വെണ്ടയ്ക്ക കിച്ചടി ഉണ്ടാക്കിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.